10 കൊല്ലം മറ്റേ ഞാൻ കേരളത്തിലുണ്ട്. എന്നാ ഞാൻ ശരി പോട്ടെ. ഷാക്കിർ. അറിയുമോ? ടാങ്ക് ഒന്ന് വൃത്തിയാക്കി തന്നെ ചെയ്യും. നാളെ മതിയോ? നീ ബിബി ഡോക്ടറെ കാണിക്കാൻ പോണം. അവൾ ഗർഭിണിയാണ്. ആഹാ, നീ കല്യാണം കഴിക്കണോ? അല്ല, എത്ര മാസമായി? 7 മാസമായി. അപ്പൊ നാട്ടിൽ പോണ്ടേ? അവിടെ പോയിട്ട് 7 മാസം കൂട്ടിക്കൊണ്ടുപോകണ്ടേ? ഞങ്ങളുടെ നാട്ടിൽ ഇത്ര ആസ്പത്രി ഒരുപാട് പൈസയാവും. ഞങ്ങളെ ആദ്യത്തെ കുട്ടി എവിടെയാണ് പ്രസവിച്ചത്? 5 വയസ്സായി. ഇവിടെ സ്കൂളും ചേർത്തു. അതൊന്നായി ഉസാറാവട്ടെ. അന്ന് എനിക്ക് പോയിട്ട് നാളെ വാ. ആ ടാങ്ക് ഒന്ന് പോയി തരണം. അനേകാട്ടിലും തണി മണ്ണല്ലോ ഇവിടെ ഉണ്ട്. എത്താ പറഞ്ഞിട്ട് കാര്യം കുട്ടിയെ, ഉപകാരം കൊച്ചു. ശരിയാ പോട്ടെ. അപ്പച്ചി നമ്മളെ മൊയ്തുട്ടിയാജ് മരിച്ചറിഞ്ഞില്ലേ? ചിരിക്ക് ചിരിക്ക് ചെയ്തു പറഞ്ഞു. അപ്പൊ 4 മണിക്കല്ലേ മയ്യത്തെടുക്കുക. അപ്പൊ ഇതാണ് ഇറങ്ങാന്ന് കരുതി. ഞാൻ ആ മരിച്ചോടത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ ഉമ്മറ് തറഞ്ഞു കയറിയതാ. ഓനവിടെ ഒരു കണ്ടതുമില്ല. പള്ളിന്ന് വിളിച്ചറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിന് അവരോട്. അപ്പൊ മയ്യത്തെടുക്കണ അപ്പൊ പോവാന്ന് പറഞ്ഞു. അല്ല, എന്റെ കുട്ടികൾ ഇപ്പൊ അറിഞ്ഞിനാവോ? പിന്നെ പെരി നിക്കാൻ നേരല്ലോ. ആര്? സുബൈറും സമീറും അറിഞ്ഞിക്കണോ? ഓല് രണ്ടാളുണ്ട്. ചേട്ടന്മാർ അന്റെ ചെറുക്കന്മാര് 2 ആൾക്കാർ. ഞാൻ അന്റെ ഉമ്മത്തിരുന്ന് അന്നെ പൊന്തിച്ച് പറയണല്ല. ഇത് കാര്യം പറഞ്ഞ അന്റെ ചെറുക്കന്മാര് 2 ആള് രാവിലെ തൊട്ടന്നെ അവിടെ ഉണ്ട്. സുബൈറാണ് അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത്. ഓന്റെ വെള്ളിട്ട് നിന്നാ തന്നെ പറഞ്ഞു കൊടുത്താ കുട്ടികളെ പറ്റി എന്നും കുറ്റ. ഇന്ന് അങ്ങനല്ല സെയിലോ. നമ്മളെ സുബൈറുണ്ടല്ലോ, ഓന്റെ കുട്ടിപാട് എന്താ? ഓനെ ഫോണൊന്ന് കുത്തി വിളിച്ചാ മതി, അപ്പൊ റെഡി ആൾക്കാര്. സമീറ അത്രക്കാട് പോരാ, എന്നാലും ഓൻ ഉസാറാണ്. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. സൈനവാ, ഇത് കേട്ടില്ലേ മാജിത് പറയണത്? ഇങ്ങനെ വർത്താനം പറഞ്ഞ ഓനൊരു ക്ലാസ് ടാങ്ക് ഇറക്കി കൊടുത്താ എന്താന്നില്ലേ? മക്കളെ പറഞ്ഞപ്പോ എന്താ ഇത്രങ്ങോട്ട് പൊന്തിച്ച് പറഞ്ഞപ്പോ അല്ല സുഖത്തിലിരിക്ക. വെള്ളം കലക്കാൻ പിന്നെ ടാങ്ക് ഒന്നും വേണ്ടല്ലോ. ഇവിടുത്തെ ടാങ്കിൽ കുറച്ച് പഞ്ചായത്തിൽ കലക്കി കൊടുത്താലില്ല. അങ്ങനെ ഒരു കോലം. എന്ത് ടാങ്കാ പറഞ്ഞത്? ആദ്യം പറഞ്ഞ ടാങ്ക് വെള്ളം കലക്കണ പൊടി. രണ്ടാമത് പറഞ്ഞത് നമ്മള് വെള്ള ടാങ്ക്. ആകെ കൊഴഞ്ഞല്ലപ്പോ. അതൊക്കെ പോട്ടെ, എന്താ ഈ ചെയ്യുന്നൂന് കുട്ടിയാവിടുത്തെ മത്തില്ലാത്തത്? അതൊന്നും പറയണ്ട മാറ്റി. പോക്ക് കുട്ടികളെ കാര്യത്തിന് ഭയങ്കര ടെൻഷനാ. എന്ത് ടെൻഷൻ? എന്താ കുട്ടികൾക്ക് വയസ്സായില്ലേ, ഉത്തരവാദിത്തല്ല, തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. നോക്കെ എന്നാ പേച്ചുകൾ ചെയ്യുന്നൂന് നല്ലോണം പേച്ചുകൾ. ഞാൻ എന്റെ ഉമ്മർത്തിന്ന് അന്നെ പൊന്തിച്ച് പറയല്ല. ഉമ്മറെ അന്റെ മൂത്ത മകല്ലേ സുബൈറ്, ഓന് നല്ലൊരു ഭാവി. എന്ത് ഭാവി? രാഷ്ട്രീയത്തിലാണോ? ഓന്റെ കച്ചില്ലാത്തവരാരാ?
MLA, മണ്ഡലം പ്രസിഡന്റ്, മണ്ഡല സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി, അങ്ങനെ എത്ര ആളാണ്. ഇന്നലെ ഞാൻ എന്റെ ഇന്നെ പൊന്തിച്ച് പറയാലെന്നല്ലേ ആജിത് ഞാൻ ആർക്കും പറഞ്ഞല്ലോ. ഇജ്ജ് പറ മജീദേ. ഇത് കേക്ക്. ഇന്ന് മരിച്ചോട്ടി MLA വന്നപ്പോ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങുമ്പോ സുബൈറിനെ മാറ്റിയിരുത്തി കൊറേ വർത്താനം പറഞ്ഞിട്ടാ പോയത്. പറയട്ടെ, ആ വർത്താനം കണ്ടിട്ട് അടുത്ത ഇലക്ഷനില് നമ്മളെ സുബൈർ ഒരു സ്ഥാനാർത്ഥിയോ ബ്ലോക്കിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ ഒരു സ്ഥാനാർത്ഥി ഉറപ്പാ. പഞ്ചായത്തൊക്കെ ഒരു ബൈക്കാവും. പിന്നെ സമീർ ഞാൻ എന്റെ ഇന്നെ പൊന്തിച്ച് പറയല്ലാന്നല്ലേ ഇജ്ജ് പറ മജിയെ. ഓനും ഉഷാറാണ്, നാട്ടുകാരിടയില് ഓന് നല്ല പേരാണ്. പിന്നെ ഞമ്മളവിടെ ഓന്റെ പാർട്ടിക്കാർ കുറച്ച് കമ്മിയായോണ്ടേ ഓനവസരമില്ല. ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ എത്തിയാണ്ടല്ലോ ഓനെ പിടിച്ചാ കിട്ടൂലട്ടോ. എനിക്ക് സമാധാനായത് സൈനബ പറഞ്ഞപ്പോഴേ ഞാനും ഒന്ന് ടെൻഷനായിനി. വെറുതെ അല്ല മജിയെ, ഓളിഞ്ഞോട് കുട്ടികളോട് കാര്യമായിട്ടൊന്ന് പറയണെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് ബേജാറായി. അറിയാലോ, അല്ലെങ്കിൽ തന്നെ ഓലിഞ്ഞോട് മുണ്ടൂല. ഓല് കുട്ടികളായി വരേണ്ട പ്രായത്തില് ഞാൻ അക്കരല്ലേനോ. ആ ഒരു ഗ്യാപ്പ് ഞങ്ങൾക്കിടയിൽ നല്ലോണം ഉണ്ട്. ഓനോട് നേർക്ക് നേരെ ഇതെങ്ങനെ പറഞ്ഞ് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. സങ്കടപ്പെടണ്ട, അന്റെ ചെറുക്കന്മാരെ കൊണ്ട് ഇത് അഭിമാനിക്കുന്ന കാലം വരും. ഊര് ഉസാറാടാ. എന്താ സുബൈറ, ഇജ്ജ് മൊയ്യത്തിൽ തന്നില്ലേ? നേരത്തെ പോന്നോ? വാപ്പാ രാവിലെ മുതൽ അവിടെ തന്നെയല്ലേ. പിന്നെ MLA വന്നിരുന്നു, ഞങ്ങൾ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിച്ചിരുന്നപ്പോ സമയം പോയത് അറിഞ്ഞില്ല. അല്ല കുട്ടിയെ, എന്തേലും MLA എന്നോട് ഓണാണ്. ആ ഹലോ, അടാ ഇപ്പൊ വീട്ടിൽ എത്തിയിട്ടുള്ളൂ. എടാ ഞാൻ പറഞ്ഞില്ലേ, ഈ ജോനോട് ഇന്നൊന്ന് വന്ന് കാണാൻ പറയും. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മന്ത്രിയോടൊക്കെ ഞാൻ സംസാരിച്ചോണ്ട് അതാണ് സംസാരിക്കണ്ട. ഓക്കെ, ശരിയാക്കാം. ആ എന്താ ചെയ്യാ, എല്ലാത്തിനും ഞാൻ നിങ്ങൾ എന്താ പറഞ്ഞേ? അല്ലെ എന്തേലും ഇപ്പൊ MLA എന്നെ ഉച്ചിരുത്തിയാണ്ട് കുറച്ച് പറയാണ്ടല്ലോ. അതോ, അത് കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങള്, പിന്നെ നമ്മുടെ അടുത്ത് കുറച്ച് പൊതു കാര്യങ്ങള്, അങ്ങനൊക്കെ. പിന്നെ വൈജാക്ക നല്ല ക്ഷീണുണ്ട്, രാവിലെ മുതലേ ഓടിപ്പോയി നടക്കല്ലേ. ഞാനൊന്ന് കുളിച്ചട്ടെ. നിങ്ങൾ ഏതായാലും കണ്ടോ ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ഇജ്ജ് പറഞ്ഞത് ശരിയാ മജീദേ. ഓള് പറഞ്ഞപ്പോഴേ ഞാനാണെങ്കി ടാപ്പിങ്ങും സീറ്റടിയൊക്കെ ആയിട്ട് എന്റെ ഉമ്മറ അല്ല സീറ്റടി ടാപ്പിങ് കൊണ്ട് നടന്നോ? ഓലെ കാര്യത്തിന് ഒരു മതിയും